ചെറിയൊരു പ്രശ്നമുണ്ട്, ഇവിടെ റേഞ്ച് കിട്ടത്തില്ല ഗായ്സ്. പക്ഷേ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ ഗായ്സ്. ഈ സ്ഥലം മേടിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു നല്ല പക്ഷെ നല്ല വൃത്തിക്കൊന്ന് പണിയെടുത്ത് കഴിഞ്ഞാലേ അടിപൊളി ഒരു ഷെഡ് അടിക്കുകയും ചെയ്യാം. ഇതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞാലേ അടിപൊളി വ്യൂ അല്ലയോ. ചുമ്മാ ഒരു റിസോർട്ട് പോലെ കൊടുക്കാം. അതെ, എന്ത് വ്യൂ ആണ്. നമ്മൾ എന്നിട്ട് മേളിലൊരു ടാങ്ക് വെച്ചിട്ട് ഇതിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുക്കി വിടും. അന്നേരം വെള്ളച്ചാട്ടം ആവും. ഇതിങ്ങനെ മേപ്പോട്ടുണ്ട് ഗായ്സ്. എത്ര ഏക്കർ എന്ന് പറഞ്ഞാൽ 5 ഏക്കർ ഗായ്സ്. പുള്ളി വീണു ഗായ്സ്, പുള്ളി വീണു. കരിക്കുണ്ട് ഗായ്സ്, പക്ഷെ കുരങ്ങന്മാർ കൊണ്ടുപോകുന്നുള്ള ഒരു ഉറപ്പാണ്. അതുകൊണ്ട് അപ്പുറത്തും മാവുണ്ട് ഗായ്സ്. അതുകൊണ്ട് മണ്ണ് വെട്ടിട്ട് തണുപ്പത്ത് അല്ലേ, തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചേട്ടോ. പുള്ളി വീണു ഗായ്സ്, പുള്ളി വീണു. വേണപ്പോയി നോക്കി ഗായ്സ്. ചെറിയൊരു സർപ്രൈസ് ഉണ്ട് ഗായ്സ്. ഈ 5 ഏക്കർ നമുക്ക് സ്വന്തമാണെന്ന് തോന്നുന്നു ഗായ്സ്, പൈസ ഒന്നും കൊടുക്കാതെ. പുള്ളി ചത്തിട്ടില്ല ഗായ്സ്. അതെ 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോകാന്നാണ് പറയുന്നത്. അതെ, ആകാം എന്നാണ് ഈ മണ്ണിൽ തന്നെ റെസ്റ്റ് എടുക്കാതെ പോയി കഴിഞ്ഞാൽ പുള്ളിയെ പിന്നെ നമ്മളിവിടെ കുഴിച്ചിടേണ്ടി വരും എന്നാണ് കവി ഉദ്ദേശിച്ചത്. അതെ, മാവുണ്ട് കേട്ടോ, അപ്പുറത്തൊക്കെ മാവുണ്ട്. മാങ്ങ തോട്ടി കെട്ടി പറിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ കൊണ്ട്. അതെ, ഞാൻ സെറ്റായിട്ട് കൊക്കോ പിടിക്കാം കേട്ടോ. കുരങ്ങ് വരുന്ന ദിവസത്തിലേ ഉള്ളൂ. പടക്കം പൊട്ടിച്ചാൽ മതി. തുരിച്ചും അടിച്ചു കൊടുക്കണ്ടല്ലോ. കൊക്കോ കീറുന്നെങ്കിലും ഇവിടെ കൊക്കോ പിടിക്കും. അവിടെ നിന്ന് റബ്ബറാകട്ടെ. പടക്കം പൊട്ടിച്ചാൽ മതി നമുക്ക് ഗായ്സ്. കുരങ്ങനെ ഓടിക്കാൻ നമ്മൾ പടക്കം പൊട്ടിക്കും ഗായ്സ്. 5 ഏക്കറിൻ്റെ നോക്കിയിട്ട് കാണുന്നില്ല. ഇനി മുകളിൽ കയറി അറിയാം. ആ മലയുടെ അടിവാരം വരെ കാണുമായിരിക്കും. ഗായ്സ്, വേറെ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ മലക്കപ്പുറം എറണാകുളമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറത്തുനിന്ന് മല കയറി ഇപ്പുറത്തോട്ട് വരാം ഗായ്സ്. നമ്മളപ്പോൾ ഫോറസ്റ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക ഗായ്സ്. ഞങ്ങൾ ക്ഷീണിച്ചിട്ടില്ല ഗായ്സ്. അതെ, ഞങ്ങൾ വീണ്ടും നിരപ്പായ സ്ഥലം. ഇവിടെ നല്ലൊരു ടെൻ്റ് അടിക്കാം, എന്നിട്ട് പന്നിയുടെ കുത്തും കൊണ്ട് ഇവിടെ കിടന്നുറങ്ങാം. നമുക്കേ അവിടുത്തെ പരിപാടി ക്യാൻസൽ ചെയ്തിട്ടെ ഇങ്ങോട്ടങ്ങ് കയറിയാലോ. ഉണ്ട്. ഈ മരം നമ്മുടെ സ്ഥലത്താണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇതാണ് രക്തചന്ദനം. കണ്ടോ ഗായ്സ്, ഈ അപ്പുറത്തൊരു നോർമൽ ചന്ദനം നിൽപ്പുണ്ട്, ഇപ്പുറത്തൊരു രക്തചന്ദനം നിൽപ്പുണ്ട്. നമ്മളിത് വെട്ടിവെക്കുന്നു. ഓക്കെ, ഇവിടെ ഇട്ട് എന്തൊക്കെയോ കത്തിക്കുന്നുണ്ട് ഗായ്സ്. ഗ്രില്ല് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ഗായ്സ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നേര്യമംഗലം ഫോറസ്റ്റിൻ്റെ ഏതാനും കിലോമീറ്റർ അകത്താണ് ഗായ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കാണാൻ പറ്റും. ഭയങ്കര പാറയാ പുറകിലോട്ട് കേട്ടോ. വലിയ മലയാ ആണ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് മൊത്തം മാവുണ്ട്. മാവും പറങ്ങാണ്ടി കാപ്പിയൊന്നും പറിച്ചിട്ടില്ല കേട്ടോ. കാപ്പിയൊക്കെ ഉണങ്ങിപ്പോയത്. ഞാൻ നോക്കിയിട്ടെ ആ നാറിക്ക് ഇനി ഒരു 4-5 രൂപ കൂടെ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാതെ ഇവിടെ 2 രൂപ കൊടുത്ത് ഇവിടോട്ടും കയറിയല്ല നമുക്ക് 300 കൂടി. 2 രൂപ പറയുന്നു. ഇല്ല. അല്ലെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവ അടിച്ചിറക്കി വിടുന്ന സമയത്തിനെ 2 ലക്ഷം
രണ്ടൊന്നും വേണ്ട. പുള്ളി തന്നെ 5 ലക്ഷം രൂപ ഏക്കറിന് ചോദിച്ചല്ലേ. ആ പട്ടയം കിട്ടുന്നുണ്ടായിരുന്നു. ബമ്പം പരിപാടി കൊടുക്കണം. വീഡിയോ ആണോ? വീഡിയോ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. മരം 105 കായ്സ്. കണ്ടോ 105 റബ്ബർ കണ്ടിട്ടുണ്ടോ കായ്സ്? ഇങ്ങനെ ഇരിക്കും. ഇത് ഫുള്ള് ആ പുള്ളിയുടെ സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇനി ഫോറസ്റ്റ് കാര്യം അടിച്ചിറക്കി വിടുമെന്ന് അറിയത്തില്ല. പക്ഷേ നമുക്ക് നോക്കാം, ഇതെങ്ങനെ ഉണ്ടെന്ന് ആദ്യം നോക്കാം. ഇതിലിനി വെട്ടാൻ സ്ഥലമില്ലല്ലോ. കമത്തിട്ടല്ലേ? 2 കൊട്ട കിട്ടും. ഇതല്ലേ കമത്തിട്ട്? മേളിലും താഴെ ഉണ്ടല്ലേ? കമത്തിട്ട ലാസ്റ്റ് ആയില്ലയോ? തീരുന്ന പോലെ കമത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ മാക്സിമം നോക്കി. അപ്പോൾ ഈ 2 കൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണ്ടേ? 400 മരങ്ങളാണ്. ഇങ്ങനെ അങ്ങ് വരെ ഉണ്ട് കേട്ടോ. ഇതിലോട്ടൊക്കെ ഉണ്ട്, മരമുണ്ട്.